ഈ ക്രിസ്മസ് കാലത്ത് എൻ്റെ പരിമിതമായ വായനയ്ക്കിടയിൽ ഞാൻ എവിടെയോ വായിച്ചു മറിച്ച ഒരു കൊച്ചു കഥ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. സൗത്ത് അമേരിക്കയിലെ ഒരു കൊച്ചു നഴ്സറി സ്കൂൾ. ക്രിസ്മസ് കാലമാണ്. ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളും ആഘോഷങ്ങളുമൊക്കെ തകൃതിയായി നടക്കുന്നു. കൊച്ചു കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് അവർ നടത്തുന്ന ഒരു ആക്ഷൻ സോങ്ങാണ് ക്രിസ്മസ് ആഘോഷങ്ങളുടെ മെയിൻ ഹൈലൈറ്റ്. കുട്ടികളെ ടീച്ചർമാർ എല്ലാവരും പറഞ്ഞ് പഠിപ്പിച്ച് ആക്ഷൻസും പാട്ടും മ്യൂസിക്കും എല്ലാം പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ദിവസം വന്നു. ഗ്രൂപ്പ് സോങ്ങിന് എല്ലാവരും അണിനിരന്നു. ഈ ഗ്രൂപ്പ് സോങ്ങിനൊരു തീമുണ്ട്. ക്രിസ്മസ് ലവ് എന്നാണ് ആ തീം. ക്രിസ്മസിൻ്റെ സ്നേഹം. ഗ്രൂപ്പ് സോങ്ങിൻ്റെ ഒടുവിൽ തങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓരോരോ അക്ഷരങ്ങളായി ഉയർത്തി ക്രിസ്മസ് ലവ് എന്ന ആ തീം ഡിസ്പ്ലേ ചെയ്യുന്നതോടുകൂടിയാണ് ആ മ്യൂസിക് അവസാനിക്കുന്നത്. അങ്ങനെ കുട്ടികളെല്ലാവരും സ്റ്റേജിൽ കയറി ഓരോരുത്തരായി അവരവരുടെ അക്ഷരങ്ങൾ പൊക്കി കാണിക്കേണ്ട ഘട്ടം വന്നു. പാട്ടൊക്കെ നല്ല മനോഹരമായിട്ട് അവസാനിച്ചു. അങ്ങനെ ഓരോരോ അക്ഷരങ്ങളായിട്ട് അവർ പൊക്കുകയാണ്. CHR അങ്ങനെ വന്ന് എം പൊക്കേണ്ട ഘട്ടം വന്നപ്പോൾ ആ കുട്ടി വേറെ എന്തോ ശ്രദ്ധിച്ച് നിന്നുകൊണ്ടായിരിക്കാം, ആ സുന്ദരിക്കുട്ടിയെ ടീച്ചർ അവിടെ നിന്ന് കൈപൊക്കി കാണിച്ച് കണ്ണിറുക്കി കാണിച്ചപ്പോഴേക്കും അവൾ തൻ്റെ കയ്യിലിരിക്കുന്ന അക്ഷരം വേഗം പൊക്കിപ്പിടിച്ചു. പക്ഷേ അതിനിടയിൽ ഒരു ചെറിയ അബദ്ധം സംഭവിച്ചു. ഈ M എന്നുള്ള അക്ഷരം കീഴ്മേൽ മറിഞ്ഞുപോയി. സദസ്യർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അവിടെ ഇവിടെ ചെറിയ ചൂളവടിയും കൂക്കിവിളിയും കയ്യടിയും ഒക്കെ കണ്ടു. പക്ഷേ കൊച്ചുകുട്ടികൾക്ക് അതൊന്നും മനസ്സിലായില്ല. അവർ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ തന്നെ എല്ലാ അക്ഷരങ്ങളും വാനിലേക്ക് ഉയർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ അവസാന അക്ഷരം കൂടി വായുവിൽ ഉയർന്നു കഴിഞ്ഞപ്പോൾ സദസ്സ് വളരെ പെട്ടെന്ന് നിശബ്ദമായി. എന്തോ അത്ഭുതമുള്ള ഒരു കാഴ്ച കണ്ടതുപോലെ എല്ലാവരും സ്റ്റേജിലേക്ക് തന്നെ നോക്കിയിരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, അറിഞ്ഞോ അറിയാതെയോ ഒരു കുരുന്നിന് സംഭവിച്ച അബദ്ധത്തിലൂടെ M കീഴ്മേൽ മറിഞ്ഞ് W ആയി മാറിയപ്പോൾ അവിടെ കൂടിയിരുന്ന വലിയൊരു ജനസമൂഹത്തിന് മുമ്പിൽ ഒരു പുതുപുത്തൻ ക്രിസ്മസ് സന്ദേശം പരന്നൊഴുകുകയായിരുന്നു. ക്രൈസ്റ്റ് വാസ് ലവ്. അതെ, ഇന്നലെയും ഇന്നും എന്നും ഒരേ ഒരാൾ ആയിരിക്കുന്ന ക്രിസ്തു സ്നേഹമായിരുന്നു. ഓരോ ക്രിസ്മസും നമുക്ക് മുൻപിൽ വിളിച്ചോതുന്ന സന്ദേശവും ഇതുതന്നെയാണ്, സ്നേഹം. എല്ലാ കൽപ്പനകളും 10 എണ്ണമായി പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം കർത്താവ് പറഞ്ഞതും ഇതുതന്നെയാണ്. ഈ 10 കൽപ്പനകളെയും 2ആയിട്ട് സംഗ്രഹിക്കാം. എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇതിനപ്പുറം ഒരു മതവിശ്വാസവുമില്ല. ഇതിനപ്പുറം ഒരു മതഗ്രന്ഥവും നമ്മളെ പഠിപ്പിക്കുന്നില്ല. കാരണം ദൈവം സ്നേഹമാണ്. ഏത് മതത്തിലായാലും, ഏത് ജാതിയിലായാലും, ഏത് മനുഷ്യകുലത്തിലായാലും എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. നന്ദി, നമസ്കാരം. ഡോക്ടർ ബിബിൻ ജോസ്.